ഇനിയും വെറൈറ്റിയിലേക്ക് നമ്മൾ കിടക്കാം. അതെ, പദ്യം ചൊല്ലല്ല. അതെ, കന്നഡയാണ്. ഒരു ഡാൻസ്, ഒരു വീണ, അടുത്തൊരു പദ്യം ചൊല്ലൽ. അതും കന്നഡ. അതെ, മോളെ വാ. പദ്യം ചൊല്ലൽ മാത്രമല്ല, മോൾക്ക് വേറെ പരിചയമുള്ള മുഖം എവിടെയോ കണ്ടിട്ടുണ്ട്. പേരെന്തായോ? ക്ലാസ് +2. അപ്പൊ ഏതൊക്കെ ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു? ജില്ലയില് 4 ഐറ്റത്തിലുണ്ടായിരുന്നു. പതിഞ്ചൊല്ലൽ സംസ്കൃതം, പതിഞ്ചൊല്ലൽ കന്നഡ, കവിതരചന സംസ്കൃതം, പിന്നെ നാടൻപാട്ട്. ഇപ്പൊ കഴിഞ്ഞത് പതിഞ്ചൊല്ലൽ കന്നഡ. അപ്പൊ ആ കന്നഡ പദ്യചൊല്ലൽ മനസ്സിലാവത്തില്ല നമുക്ക്. റിസൾട്ട് വന്നോ? എ ഗ്രേഡ്. അപ്പം ഫസ്റ്റ് എ ഗ്രേഡോട് കൂടി ആ കന്നഡ കവിത നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ ഈ പഠിക്കും. ಕುಮಾರವ್ಯಾಸನ ಕರ್ನಾಟಕ ಭಾರತ ಕಥಾಮಂಜರಿಯಿಂದ ಆಯ್ದ ದ್ರೌಪದಿ ವಸ್ತ್ರಾಭರಣದ ಕೆಲವು ಹಾಡುಗಳನ್ನು ಹಾಡಲಿರುವೆನು. ಕೇಳು ಜನಮೇ ಜಯ ಧರಿತ್ರಿ ಪಾಲ, ವಿದುರನ ಮಾತ ಮುರಿದು ನೃಪಾಲನೆಚ್ಚರಿಸಿದನು ಕಣು ಸನ್ನೆಯಲ್ಲಿ ಸೌಬಲನ. ಧರ್ಮಜ ಸೋತೆಲ ನಿನ್ನಾಳು ಕುದುರೆಯ ನಿನ್ನೂ ಸಾಕು ದಯಾಳುವಲ್ಲ ಸುಯೋಧನನು ಧನವಿಲ್ಲ ನಿನಗಿಂದ. അർത്ഥം മനസ്സിലായില്ലെങ്കിലേ ദ്രൗപദിയുടെ വസ്ത്രാഭരണ സമയത്ത് അതാണ് ഉദ്ദേശിച്ചത്. അല്ല, അതിന്റെ ആ കവിതയുടെ ഉദ്ദേശം അതാണ്. കന്നഡ സംസാരിക്കാൻ അറിയാം. ನನ್ನ ಹೆಸರು ಶ್ರೀನಂದ. അത് കഴിഞ്ഞു, ആ സ്റ്റോക്ക് കഴിഞ്ഞു. കാസർഗോഡായിരുന്നു. അപ്പോ കന്നഡ മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ കന്നഡ നന്നായിട്ട് വായിക്കാനും എഴുതാനൊക്കെ അറിയാം. സ്ഥലം പറഞ്ഞില്ലല്ലോ. സ്ഥലം സ്വാമിജി ഹയർ സെക്കൻഡറി സ്കൂൾ എടനീർ എന്ന് പറയും. കാസർഗോഡായിരുന്നു. കാസർഗോഡിന്റേതാണല്ലേ സപ്തഭാഷാ സംഗമം എന്ന് പറയുന്നത്. കന്നഡയൊക്കെ ഇപ്പൊ തൃശ്ശൂരാണ്. അപ്പം തൃശ്ശൂരിന്റെ കൂടെ നിൽക്കുവോ കാസർഗോഡ് നിൽക്കുവോ? അതായത് തൃശ്ശൂർ കപ്പെടുക്കുവോ കാസർഗോഡ് കപ്പെടുക്കും? തൃശ്ശൂർ കപ്പെടുക്കണം. കന്നഡ പഠിപ്പിച്ചത് കാസർഗോഡാ. ഞങ്ങൾക്ക് തൃശ്ശൂരോടാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പം ഇത്തവണ തൃശ്ശൂർ കപ്പ് എടുക്കുന്നില്ല. അതായത് തൃശ്ശൂർ അല്ല എടുക്കുന്നില്ല, ഇവിടെ കൊടുക്കുന്നില്ല. തൃശ്ശൂർ കപ്പ് കൊടുക്കുന്നില്ലെന്നാണ് മോടെ പേര്. ശ്രീനന്ദ പറയുന്നത് തൃശ്ശൂര് കപ്പ് എങ്ങോട്ടും കൊടുക്കുന്നില്ല. ഇത്തവണ തൃശ്ശൂർ തന്നെ, ഇവിടെ തന്നെ. അപ്പം സ്ഥലം മാറ്റിട്ട് അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പം ഇനിയിപ്പം വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? ഇനി കവിതാർജന സംസ്കൃതം. അതെപ്പോഴാ? ഇന്നോ? അല്ല, 17-ാം തീയതി. പിന്നെ കഴിഞ്ഞു. ജില്ലയില് സെക്കൻഡ് ഉണ്ട് പതിഞ്ചൊല്ലൽ സംസ്കൃതത്തിന്. അത് ഞാൻ ഈ മലയാളം കന്നഡ എന്താ പെട്ടെന്ന് ഏതാ എളുപ്പം? അപ്പം മലയാളം പദ്യമാണോ കന്നഡ പദ്യമാണോ എളുപ്പം പഠിച്ചത് വെച്ചിട്ട്? കന്നഡയാണ് എനിക്ക് കുറച്ചും കൂടി സംസാരിക്കാനായാലും കന്നഡയാണ്. ആണല്ലേ, കേട്ട് പഠിക്കും. കന്നഡ എളുപ്പമെന്ന്. അപ്പം അതാ. ശരി മോളെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ബാക്കി പരിപാടികളൊക്കെ അടിപൊളിയാവട്ടെ. അപ്പം ഇത് കഴിഞ്ഞു. ഇനിയും പാട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഡാൻസാണ്. അത് കഴിഞ്ഞ് നമുക്ക് പാട്ടുണ്ട്. അപ്പം അടുത്തത് കേരള നടനമാണ്. മോൻ അവിടെ റെഡിയാ? ബാ.